വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, കൊച്ചിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം അങ്ങ് കൊടുക്കണമേ. ശോഭനമായൊരു ഭാവി അങ്ങ് നൽകണമേ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ കുടുംബം ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്നുള്ള സകല അനുഗ്രഹങ്ങളെയും അങ്ങ് വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ഈ വ്യാഴം മുതലാണ് ഹോളി സ്പിരിറ്റ് സിനഡ് എറണാകുളം മറൈൻ ഡ്രൈവിൽ ആരംഭിക്കുന്നത്. നിങ്ങളെ പ്രത്യേകിച്ച് അതിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ വചന ശുശ്രൂഷയിലേക്കും മിറക്കിൾസ് ടുഡേയിലേക്കും നമുക്ക് പോകാം. Another principle I want to tell you is this: Satan robs, but God makes you rich. മറ്റൊരു തത്വം ഞാൻ നിങ്ങളോട് പറയട്ടെ. പിശാച് മോഷ്ടിക്കുന്നവനാണ്, എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നവനാണ്, ധനാഢ്യനാക്കുന്നവനാണ്. കള്ളൻ മോഷ്ടിക്കുന്നു, സാത്താൻ മോഷ്ടിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം സമൃദ്ധി നൽകുന്നു. The first book ever was written in the Bible was the book of Job. ബൈബിളിൽ എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകം എന്നത് ഇയ്യോബിന്റെ പുസ്തകമാണ്. There is not the book of Genesis. അത് ഉൽപ്പത്തി പുസ്തകമല്ല, It was the book of Job, ഇയ്യോബിന്റെ പുസ്തകമാണ്, which reveals this truth. ഈ സത്യം വെളിപ്പെടുത്തുന്ന ഒരു When പുസ്തകമാണ്. you read Job chapter 1, ഇയ്യോബിന്റെ പുസ്തകം 1 വായിക്കുമ്പോൾ verse number 12, 13, 14, 15, 12, 13, 14, 15 we see all the angels presented themselves before God. നമ്മളവിടെ കാണുന്നു, എല്ലാ ദൂതന്മാരും ദൈവസന്നിധിയിൽ അവർ പ്രത്യക്ഷരാവുകയാണ്, അവർ സ്വയം ഹാജരാവുകയാണ്. At that time, if you read that, Satan also came there. അവിടെ ഇതാ സാത്താനും വരികയാണ്. And as all the angels were standing there in a row, ആ ദൂതന്മാരെല്ലാം ഒരേ നിരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ he also came in. അവനും വന്നു നിന്നു, And he also stood there. അവനും അവിടെ കൂടത്തിൽ നിന്നു. All the angels of light, but this angel of darkness also came and stood there. എല്ലാ വെളിച്ച ദൂതന്മാരും ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഈ ഇരുട്ടുള്ള ഈ ദൂതനും വന്നു നിന്നു. God spoke to him. ദൈവം അവനോട് സംസാരിച്ചു. God spotted him. ദൈവം അവനെ നോട്ടമിട്ടു. Oh, you are there. ഓ, നീ ഇവിടെ വന്നോ?
Where are you coming from? നീ എവിടെ നിന്നാ വരുന്നേ? He said, I'm coming from the earth. I was going up and down and to and forth. ഞാൻ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. He has no permanent seating. He is going up and down, to and fro. അവന് ഒരു സ്ഥിരമായ വാസമൊന്നുമില്ല. അവൻ ഇനി മുകളിലേക്കും താഴേക്കും ഇടത്തേക്കും വലത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. Because he was a choir leader up there in heaven once, but he was cast out from heaven. ഒരിക്കൽ അവൻ സ്വർഗത്തിലെ ഗായക സംഘത്തിന്റെ നേതാവായിരുന്നു. എന്നാൽ അവനെ ദൈവം തൊഴിച്ചു പുറത്താക്കി. He's a very good singer, നല്ല പാട്ടുകാരനായിരുന്നു, very beautiful, നല്ല സൗന്ദര്യമുള്ളവനായിരുന്നു, full of wisdom. വളരെ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. But he wanted to rebel against the authority of the universe. എന്നാൽ പ്രപഞ്ചത്തിന്റെ സർവാധികാരമുള്ളവനോട് അവൻ മത്സരിച്ചു. So he was cast down. അവനെ പുറത്താക്കി. But still he wanted to come up there. വീണ്ടും അവൻ വരുവാൻ ആഗ്രഹിച്ചു. And then God understood his moves. ദൈവത്തിന് അവന്റെ പ്രവർത്തന രീതി മനസ്സിലായി. God asked him, ദൈവം ചോദിച്ചു, did you fix your eye on my servant Job? എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ, കണ്ണു വെച്ചോ? എങ്ങനെ ദൃഷ്ടി വെക്കാതിരിക്കും? നീ അവന് ചുറ്റും വേലി കെട്ടി എന്ത് കാവല? God said, that is okay, but never touch his life. Okay? അത് കൊള്ളാം, പക്ഷെ നീ ഒരിക്കലും അവന്റെ ജീവനെ തൊടരുത്. ആളെ പ്രത്യക്ഷനായി. He skipped from there. അവനോട് ഒഴിഞ്ഞുപോയി. He came to his house. അവിടെ അവൻ ഇയ്യോബിന്റെ ഭവനത്തിൽ വരുന്നു. And he started spoiling everything. അവൻ സകലതും അവൻ നശിപ്പിക്കുവാൻ തുടങ്ങി. His business, his agriculture, everything he spoiled. അവന്റെ കൃഷിഫലങ്ങൾ, അവനുള്ള സകലവും. To the audience, I have a question. Who destroyed Job's wealth, etc.? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആരാണ് ഇയ്യോബിന്റെ സമ്പത്തിനെ നശിപ്പിച്ചത്? God or Satan? ദൈവമാണോ സാത്താനാണോ? Talk back. Are you sure? Because the picture is very, very clear. കാരണം ഇവിടെ ഈ ചിത്രം വളരെ വ്യക്തമാണ്. He took permission from God and went out and destroyed everything. അവൻ ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് താഴെ ചെന്ന് നശിപ്പിച്ചു. Step by step, he took permission to kill his sons and daughters and also to destroy even his health. പടിപടിയായിട്ട് തൻ്റെ മക്കളെ കൊല്ലുവാനും കൃഷി നശിപ്പിക്കുവാനും തൻ്റെ ആരോഗ്യത്തെ വരെ തൊടുവാനായിട്ട്. So there is a question here. അപ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. Why did God allow the ugly devil to destroy his property, his children, his wealth, his health? എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട പിശാചിനെ ഇയ്യോബിന്റെ മക്കളെയും സമ്പത്തിനെയൊക്കെ തൊടുവാൻ ദൈവം അനുവദിച്ചത്? That is a question. അവിടെ വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. I have an answer. എനിക്ക് ഒരു ഉത്തരമുണ്ട്. What is the answer? എന്താണ് ആ ഉത്തരം? Because God was so sure that even if he loses everything, he will not forsake God. കാരണം ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു, തനിക്കുള്ള സകലവും നഷ്ടപ്പെട്ടാലും ഇയ്യോബ് ദൈവത്തെ തള്ളിക്കളയില്ല എന്ന്. In his foreknowledge, God knew that it will only bring glory to the Father and double blessing to the family. തന്റെ മുന്നറിവിനാൽ ദൈവത്തിന് അറിയാമായിരുന്നു ഇത് പിതാവാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും ഇയ്യോബിന് ഇരട്ടി അനുഗ്രഹം നൽകുന്ന ഒരു പരിപാടിയാണ്. You know the story. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. So many people are puzzled reading the book of Job. പല ആളുകളും ഈ ഇയ്യോബിന്റെ പുസ്തകം വായിച്ച് ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. Because they think that an innocent man, righteous man, sinless man, good man, who had the certificate from God, but he had to undergo all these suffering. Innocent children were killed. He lost everything. Even the wife gave upon him. What a calamity. Why did God allow this? പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കും, നിഷ്കളങ്കനായ വ്യക്തി, നീതിമാനായവൻ, നേരുള്ളവൻ, എല്ലാ നിലകളിലും ദൈവത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചവൻ, തൻ്റെ മക്കൾ എല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, ഭാര്യ തന്നെ ഉപേക്ഷിക്കുന്ന നിലവാരമെത്തി. Some people told me, Pastor,
Brother, when I read this story, I was angry with God. ബ്രദറെ, ഈ കഥ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നി. Why did God allow this? എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്? The answer is very simple. God knows everything. He has the big picture. We don't have the big picture. We have only a small picture of life, but God has the very big, total, absolute, whole picture of our life. Because He is the Alpha and the Omega, the beginning and the end. കാരണം ദൈവത്തിന് ആ വലിയ മുഴുചിത്രവും ദൈവത്തിന്റെ കയ്യിലുണ്ട്. അവൻ ആദ്യം അന്ത്യനുമാകുന്നു, അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. So if you observe the life of Job, in between he was criticized by his friends, criticized by his own life partner. There were a lot of 1,001 questions, but always he said one thing: He has the authority. He gave and He took. What can I do? I simply worship Him. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവന്റെ 3 സ്നേഹിതന്മാർ തന്റെ ഭാര്യ വന്നിട്ട് ഒത്തിരി ചോദ്യശരങ്ങൾ തനിക്കെതിരെ കൊടുക്കുമ്പോൾ, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രമേ ഇയ്യോബ് പറയുന്നുള്ളൂ: ദൈവം എനിക്ക് തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. When I came naked into this world, I had no agricultural products or livestock or wife or children with me. I came as a small kid, as a small baby, naked. I didn't even have a birthday suit. I came. ഞാൻ ഈ ഭൂമിയിലേക്ക് നഗ്നനായ ഒരു ചെറിയ ശിശുവായിട്ട് ഒന്നും അവിടെ നിന്ന് കൊണ്ടുവന്നില്ല. ഞാൻ ഒന്നുമില്ലാത്തവനായി ഭൂമിയിൽ ജനിച്ചവനാണ്. എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. And when I go back also, I'll go naked. ഞാൻ മടങ്ങി പോകുമ്പോഴും ഞാൻ നഗ്നനായി മടങ്ങി പോകാം. Maybe you will give me a very good suit, tie, but I will not take even that. I will not even carry the black shoes, cheap black shoes you are going to give me. നിങ്ങൾ ഒരു പക്ഷേ സൂട്ട് ഇടിപ്പിക്കുമായിരിക്കാം, ടൈ കെട്ടുമായിരിക്കാം, ഞാൻ മരിക്കുമ്പോൾ ഷൂ ഇടിപ്പിക്കുമായിരിക്കാം, പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. I came naked and I will exit naked. ഞാൻ ഇവിടെ നഗ്നനായി ഭൂമിയിലേക്ക് വന്നു. നഗ്നനായി ഒന്നുമില്ലാത്തവനായി തന്നെ ഞാൻ പുറപ്പെട്ടു പോകും. His name be glorified. പക്ഷേ അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. He is the author of life. അവനാണ് ജീവന്റെ ഉറവിടം. He is the owner of everything. അവനാണ് സകലത്തിന്റെയും ഉടമസ്ഥൻ. With his property, he has the freedom. He has enough freedom of choice to do this or that. Who are we to question him? തന്റെ സമ്പത്ത് വെച്ച് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. അവരെ ചോദ്യം ചെയ്യുവാൻ നാം ആരും. I want to tell you another exciting thing. മറ്റൊരു ആവശ്യം കൊള്ളിക്കുന്ന ഒരു കാര്യം പറയാം. Some of you are saying in your heart, brother, I'm going through Job's experience now. ബ്രദറെ, ഈ ഇയ്യോബിന്റെ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. Maybe a little worse, ഒരുപക്ഷെ ഇതിലും മോശമായിരിക്കാം. but I have a message for you. പക്ഷെ നിങ്ങളോടൊരു സന്ദേശമുണ്ട്. The same trust, the same faith God had with Job, He has with you. Even if you pass through all these things, you will never give up on God. ദൈവത്തിന് ഇയ്യോബിന്റെ മേലുണ്ടായിരുന്ന അതേ വിശ്വാസം, അതേ ഉറപ്പ് നിങ്ങളുടെ മേലും കർത്താവിനുണ്ട്. അതേ പ്രതീക്ഷ, അതേ ഉറപ്പ് നിങ്ങളുടെ മേലും കർത്താവിനുണ്ട്. Hallelujah. Hallelujah. Even if you go through all these troubles, you will never give up on God. നിങ്ങൾ ഈ പ്രശ്നങ്ങളോടെ എല്ലാം കടന്നുപോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ വിട്ടുകളയുകയില്ല. You will score 100 marks in this test paper. ഈ പരിശോധനയിൽ, ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് 100ൽ 100 മാർക്ക് കിട്ടും. Hallelujah. ഹല്ലേലൂയ. After the test paper, ഈ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞപ്പോൾ the teacher came. ടീച്ചർ വന്നു, He showed up. പ്രത്യക്ഷനായി. God came, ദൈവം വന്നു, appeared before Job. ഇയ്യോബിന് മുൻപിൽ ദൈവം പ്രത്യക്ഷനായി. They started to talk a lot of things. ദൈവം നിരവധി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. They were talking about sun, moon, the universe. They were talking about Leviathan. They were talking about animals, planets, botany, zoology, and physics. So many things they discussed. ആ ദൈവവും ഇയ്യോബും തമ്മിൽ സൂര്യൻ, ചന്ദ്രൻ, താരഗണങ്ങൾ, ഭൂമിയിലെ ജീവികൾ, ലിവ്യാഥാൻ, അങ്ങനെ നിരവധി കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. They discussed a lot of things. നിരവധി കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു. God is all-knowing. He's the omniscient God, and Job knew only a little.
ദൈവമിതാ സർവജ്ഞാനി, അവൻ സകലത്തെയും അറിയുന്നവൻ. എന്നാൽ ഇയ്യോബിന് അല്പം മാത്രമേ അറിയാൻ So സാധിക്കൂ. God imparted His knowledge upon, His wisdom upon this little man. ഇവിടെ ദൈവം ഈ ചെറിയ മനുഷ്യന്റെ മേലേക്ക് തന്റെ അറിവിനെ അല്പാൽപമായി പകർന്നു കൊടുക്കുകയാണ്. And finally he said, wow, അവസാനം ഇയ്യോബ് പറഞ്ഞു, oh, this is the way the matter lies. ഇപ്രകാരമാണോ ജീവൻ നിലനിൽക്കുന്നത്? And then God said, വീണ്ടും ദൈവം പറഞ്ഞു, I'm going to bless you double now. ഞാൻ നിന്നെ ഇപ്പോൾ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കാൻ പോകും. You're already in a high position in the land, but I'm going to bless everything in a double measure. നീ ഇപ്പോൾ ഈ ദേശത്തിലെ പ്രമുഖനാണ്, എന്നാൽ നിന്നെ ഇരട്ടിയായിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. Touch somebody and say, after the test paper there comes a promotion for you. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, ഈ പരീക്ഷയ്ക്ക് ശേഷം ഒരു സ്ഥാനക്കയറ്റമുണ്ട്. Hallelujah. സ്ഥാനക്കയറ്റം അല്ല മോനെ, പറഞ്ഞ ഡബിൾ പ്രൊമോഷൻ. ഡബിൾ പ്രൊമോഷൻ പറഞ്ഞ ടെസ്റ്റ് പേപ്പറിന് ശേഷം എന്ത് കിട്ടാൻ പോകുന്നു? ഡബിൾ പ്രൊമോഷൻ. ഡബിൾ പ്രൊമോഷൻ. ഇരട്ട ക്ലാസ് കയറ്റം ചിലർക്ക് വേണ്ടി കർത്താവ് എടുത്തു വച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് അല്ല, 3 നിന്ന് 4 3 നിന്ന് 5 ജയിക്കാൻ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? Hallelujah. The message the Holy Spirit wants to impart to you is so clear today. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. Everything that you are undergoing today is not without the knowledge of the Father. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും പിതാവിന്റെ അറിവ് കൂടാതെയല്ല. Sometimes you said in your heart, God took everything away. God gave me sickness. പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ട് പറയും, അയ്യോ കർത്താവ് എൻ്റെ എല്ലാം എടുത്തു കളഞ്ഞു, കർത്താവ് എനിക്ക് രോഗം തന്നു. But through the story of Job, it is so clear that it is not God who gives you sickness. It's not God who steals away your wealth. It is the devil. എന്നാൽ ഇയ്യോബിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു, ദൈവമല്ല രോഗം കൊണ്ടുവരുന്നത്, ദൈവമല്ല കടബാധ്യത കൊണ്ടുവരുന്നത്, അത് പിശാചാണ് കൊണ്ടുവരുന്നത്. Hallelujah. Hallelujah. He came before God and took permission. God gave permission because he had faith on you, and that is the way it happened. പിശാച് ദൈവസന്നിധിയിൽ ചെന്നു, അനുവാദം എടുത്തു, ദൈവം അനുവാദം കൊടുത്തു. കാരണം അവന് നിന്റെ മേലൊരു ഉറപ്പുണ്ടായിരുന്നു. Hallelujah. Hallelujah. So if sickness came, it's not from the Lord. രോഗം വന്നാൽ അത് ദൈവത്തിൽ നിന്നല്ല. Maybe God permitted it, but God is not the author of sickness. God is not the author of sin. God is not the author of lies. God is not the author of darkness. ഒരുപക്ഷെ ദൈവം അനുവദിച്ചു കാണാം. ദൈവം രോഗത്തിന്റെ ഉറവിടമല്ല, അവൻ അന്ധകാരത്തിന്റെ ഉറവിടമല്ല, അവൻ പ്രശ്നങ്ങളുടെ ഉറവിടമല്ല. It is the devil. അത് സാത്താനാണ്. Hallelujah. 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 He is not a thief. He is not a robber. He will never take it. He is the supplier. He is the blesser. നമ്മുടെ ദൈവം മോഷ്ടിക്കുന്നവനല്ല, കൊണ്ടുപോകുന്നവനല്ല, അവൻ ധാരാളമായി നിനക്ക് നൽകുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്. So as a son and daughters of the supernatural God, you are an eligible candidate for supernatural blessings from this God. ഈ പ്രകൃത്യാതീതനായ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ ദൈവത്തിന്റെ പ്രകൃത്യാതീതമായ അത്ഭുതകരമായ അനുഗ്രഹങ്ങളുടെ അവകാശികളാണ് നാം. Hallelujah. ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഹാലലുയ പറഞ്ഞേ. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ക്ഷമ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അന്ന് താൻ ഇവിടെ വന്നപ്പോൾ തനിക്ക് 6 വർഷത്തോളമായി ഉണ്ടായിരുന്ന ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം അത് തൻ്റെ യൂട്രസിലൊരു പ്രോബ്ലം മൂലമാണ് അത് ഉണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷേ തനിക്കുള്ള ഒരു പ്രശ്നം, ശാരീരികമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് ഒട്ടുമിക്കാറും മെഡിസിനുകളെല്ലാം തനിക്ക് അലർജിയാണ്. ഈവൻ TT പോലും അതെടുത്താൽ തനിക്ക് അലർജിയാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് യൂട്രസ് ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കുവാൻ പറ്റില്ല, അത് അലർജി ഉള്ളത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ താൻ ബുദ്ധിമുട്ടിലായി. സർജറി പോസിബിൾ അല്ല,
മെഡിസിൻസ് പോസിബിൾ അല്ല. മെഡിസിൻ കഴിച്ചാലും അലർജി ഉണ്ടാകും. ഡോക്ടർ പറഞ്ഞത് ഇനി ഇതേപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് കഠിനമായ രീതിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അതോടുകൂടി നിങ്ങൾ മരിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെ താൻ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ഇവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരുന്നത്. അന്ന് ക്ഷമ ഇപ്രകാരം പറഞ്ഞെന്നാണ് ഈ സഹോദരി പറയുന്നത്, ഇവിടെ 5 സ്ത്രീകൾ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം മൂലം ഭാരപ്പെടുന്നുണ്ട്, അവരെ കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന് പറഞ്ഞു. താൻ പറയുന്നത് അതിനുശേഷം യേശു കർത്താവ് തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. ഈ കഥ ശരിയാണോ? ശരിയാണ്. ഇത്രയും എത്ര വർഷം ഉണ്ടായിരുന്നു ഈ പ്രോബ്ലം? 6 വർഷം കൊണ്ട് 6 വർഷം തുടർച്ചയായിട്ട് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ മെഡിസിനൽ അലർജി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്? ശരിയാണ്. ഈ ഏത് മെഡിസിൻ കഴിച്ചാലും അതെ, ഒരു ഓപ്പറേഷനും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു സർജൻ ചെയ്യാൻ സാധ്യമല്ല. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കാർഡിയോളജി എക്കോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയാം. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവ് ഇത് ചെയ്തു എന്നതിൽ. 5 പേർക്ക് സൗഖ്യം കിട്ടുന്നു എന്ന് ക്ഷമാ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. 5-ൽ 1 ഈ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഇതേ പ്രശ്നവുമായി ഇന്നാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ സാക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും വിടുതലിനുള്ള ഒരു അവസരമുണ്ട്. ബ്ലീഡിങ് പ്രശ്നം തന്നെയാണോ എന്നല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ. എത്ര പേർ കൈകൾ ഉയർത്തി ഇപ്പോൾ യേശുവിന് നന്ദി പറയും? മാത്രമല്ല, നിങ്ങൾക്കുള്ള വിടുതൽ സ്വന്തമാക്കുക. കർത്താവ് ഈ സഹോദരി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഏത് വിഷയത്തിനായാലും അങ്ങ് വിടുതൽ കൊടുക്കണമേ. ഈ സാക്ഷ്യം ലോകത്തിലെവിടെ ഇരുന്നുകൊണ്ട് കാണുന്നവർക്കും ഇപ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായി അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു രോഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് വിയർപ്പ് ഗ്രന്ഥികളിലുള്ള എന്തൊരു തകരാറാണ്. അമിതമായി വിയർക്കുന്ന, അത് വല്ലാത്തൊരു രീതിയിലേക്കായി പോകുന്ന സ്വെറ്റിങ്ങിലുള്ള ആ പ്രോബ്ലം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ആസ്മ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ഓർമ്മ കിട്ടാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. കൈകളുടെയും കാലുകളുടെയൊക്കെ ജോയിൻറ്റുകളിൽ വേദനയുള്ള ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഓൾ ഡെഡ്ലി ഡിസീസസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പ്രത്യേകിച്ച് HIV പോസിറ്റീവായത് നെഗറ്റീവായി തിരിഞ്ഞു മാറട്ടെ. എയ്ഡ്സ് രോഗം മാറിപ്പോകട്ടെ. TB മാറിപ്പോകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത്ഭുതകരമായി അങ്ങ് മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ പല രാത്രികളിലും ഭീകരമായ സ്വപ്നം കൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന, എന്തോ ഭയാനകമായത്, മോശമായത് വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി, യേശു നിങ്ങളോട് സംസാരിക്കുന്നു. ആ സ്വപ്നം ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇറ്റ്സ് ഫ്രം ദ ഡെവിൾ. അതിനെ റിജക്റ്റ് ചെയ്യുക. അത് പിശാചിൽ നിന്നുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വപ്നം മാഞ്ഞു പോകട്ടെ. അങ്ങനെയുള്ളതൊന്നും സംഭവിക്കാതെ കർത്താവെ കാര്യങ്ങളെ അങ്ങ് നിയന്ത്രിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക, വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, ഏത് വിഷയമാണോ പ്രാർത്ഥിക്കുന്നതിൽ ഒരു വിടുതൽ കർത്താവ് നൽകണമേ. അത്ഭുതങ്ങളെ കർത്താവെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവപ്രസാദം ആൻഡ് ഇൻ ഇംഗ്ലീഷ് ദ ഫേവർ ഓഫ് ഗോഡ്. ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, ഓഫീസ് ടൈമിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. മാത്രമല്ല, എൻ്റെ പ്രാർത്ഥന ഡയറി, ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പല ടൈറ്റിൽസും ഇപ്പോഴും അവൈലബിളാണ്. നമ്മുടെ ഏറ്റവും പുതിയ പുസ്തകം ബ്രേക്കിംഗ് ബാരിയേഴ്സ്, അല്ലെങ്കിൽ തടസ്സങ്ങളെ തകർക്കുക എന്ന പുസ്തകം നാളെ ആരംഭിക്കുന്ന നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡിൽ വെച്ച് ആയിരിക്കും അതിൻ്റെ
പ്രകാശനം നടക്കുന്നത്. അതിനോർത്ത് പ്രാർത്ഥിക്കുക. അവിടെ വരുന്നവർക്ക് എൻ്റെ കോപ്പികൾ ലഭിക്കുന്നതാണ്. പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളവർക്കും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നാളെ മുതൽ നടക്കുന്ന ഹോളി സ്പിരിറ്റ് സെൻ്ററിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ വന്ന് പേഴ്സണലി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതിനു മുമ്പ് പകൽ നടക്കുന്ന ക്രിസ്ത്യൻ കോൺഫറൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. എന്നാൽ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല, നോ പ്രോബ്ലം, യു ക്യാൻ ഓൾസോ കം. പക്ഷേ അവിടെ എത്തുമ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആദ്യം അവിടെ സ്പോട്ട് രജിസ്ട്രേഷനായി ചെയ്യാവുന്നതാണ്. വൈകിട്ട് എല്ലാ ദിവസവും നാളെ മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന വൈകിട്ടുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആർക്കും രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ മീറ്റിംഗ്. സോ പ്ലീസ് ഡു കം. ഒരു സെഷൻ പോലും മിസ് ചെയ്യാതെ എല്ലാം അറ്റൻഡ് ചെയ്യുവാൻ ഈ ദിവസങ്ങൾ മാറ്റിവെക്കുക. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം നിങ്ങളെ മേൽ കർത്താവ് ചെയ്യും. സോ സീ യു ടുമോറോ. ഗോഡ് ബ്ലെസ് യു. ബൈ.